നമ്മുടെ ഖൽബ് ഏതു കാര്യം വന്നാലും പെട്ടെന്ന് ചെല്ലേണ്ടത് എവിടേക്കാണ്? ഇലാ ജനാബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഖൽബ് എപ്പോഴും നീങ്ങിക്കൊണ്ടേയിരിക്കണം. ലൗ ഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. മുൻഗാമികളായ പല മഹാന്മാരും പറഞ്ഞ ഒരു പ്രയോഗമാണ്. ഒരു സെക്കൻഡ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിൽ നിന്ന് മറഞ്ഞു നിന്നാൽ ഞാൻ എന്നെക്കുറിച്ച് മുസ്ലിമാണെന്ന് പറയുകയില്ല. അതായിരുന്നു അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ട പോലെ കണ്ടവർ, അവർക്ക് വിവാദത്തിനു നേരമില്ല, അവർക്ക് തർക്കങ്ങൾക്കിടപെടാൻ സമയമില്ല. അവര് തങ്ങളെ രുചിക്കുകയാണ്. തങ്ങളെ എന്താണെന്ന് അറിയാത്ത ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തർക്കിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്ത് ചെയ്യണം എന്ന് സംവദിക്കുന്ന ആളുകൾ, അവർക്ക് തിരുശേഷിപ്പിന്റെ മൂല്യം അറിയില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രാണപ്രേയസി എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ അവളോട് സ്നേഹപ്രകടനം നടത്തുന്നത് ആരോടും ചോദിച്ചിട്ടല്ല, ഒരു ന്യായവും മുന്നിൽ വെച്ചിട്ടല്ല, ആരോടും പറയാനല്ല, ആരോടും ചൊല്ലാനല്ല, ആരോടും സംവാദം നടത്താനല്ല. എൻ്റെ മനസ്സിലെ പ്രണയം ഞാൻ അവളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ്. എനിക്കവളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അവളെ അനുഭവിക്കുകയാണ്. അതുപോലെ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ് സ്വലാത്തു ചൊല്ലി അവിടുത്തെ അനുഭവിച്ചുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുമ്പോൾ ആ ഹബീബിനെ ഞാൻ അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. എൻ്റെ ആത്മാവ് അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ രുചിയറിയാണ്. അതെനിക്ക് പറയാൻ കഴിയില്ല, ആരോടും ചൊല്ലാൻ കഴിയില്ല, അതിലാരോടും സംവാദത്തിന് എനിക്ക് നേരമില്ല, ആരോടും തർക്കിക്കാൻ എനിക്ക് സമയമില്ല.